മനുഷ്യന്റെ ജീവിതക്രമം, സ്വഭാവം, സമയം എന്നിവയെ പ്രകൃതിയുമായി പ്രപഞ്ചശക്തികളുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങൾ ചാണക്യന്റെ ചാണക്യനീതി, അർത്ഥശാസ്ത്രം എന്നീ ഗ്രന്ഥങ്ങളിൽ കാണാം. മനുഷ്യന്റെ ചിന്തകളെയും വിധിയെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് നേരിട്ടുള്ള ജ്യോതിഷ പ്രവചനങ്ങളെക്കാൾ അവയെ പ്രായോഗികമായ ജീവിത ദർശനങ്ങളുമായി ചാണക്യൻ ബന്ധിപ്പിക്കുന്നു. ചാണക്യ ദർശനത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മനുഷ്യന്റെ ചിന്തകളും ചന്ദ്രന്റെ സ്വാധീനവും. ചാണക്യന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ മനസ്സ് ചന്ദ്രനെ പോലെയാണ്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ചിന്തകളുടെ അസ്ഥിരതയാണ് അതിന് കാരണം. മനസ്സ് നിയന്ത്രിക്കാത്തവന് വിജയം അസാധ്യമാണ്. ചാണക്യൻ പറയുന്നു, അമാവാസി, പൗർണമി തുടങ്ങിയ മാറ്റങ്ങൾ പ്രകൃതിയിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ മനുഷ്യന്റെ വികാരങ്ങളിലും ഇവ മാറ്റങ്ങൾ വരുത്തുന്നു. വികാരങ്ങൾ വേലിയേറ്റം പോലെ ഉയരുന്ന സമയത്ത് പൗർണമി പോലുള്ള ഘട്ടങ്ങളിൽ വിവേകശൂന്യമായ തീരുമാനങ്ങൾ എടുക്കരുതെന്നും മറിച്ച് ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കണമെന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു. ചാണക്യൻ സമയത്തെ ഒരു ദൈവിക ശക്തിയായിട്ടാണ് കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ വരികളിൽ കാലം എല്ലാവരെയും പാകപ്പെടുത്തുന്നു, കാലം സർവത്തെയും നശിപ്പിക്കുന്നു. അമാവാസി പോലെയുള്ള സമയങ്ങളിൽ യാത്രകൾ ഒഴിവാക്കണമെന്ന് പറയുന്നത് കേവലം വിശ്വാസം കൊണ്ടല്ല, മറിച്ച് കാലജ്ഞാനം എന്ന നിലയ്ക്കാണ്. പൗർണമി പൂർണ്ണതയെ സൂചിപ്പിക്കുന്നത് പോലെ ഒരു കാര്യത്തിനായി ശരിയായ സമയം വരുന്നതുവരെ കാത്തേക്കുവാനുള്ള ക്ഷമ ഒരു ഭരണാധികാരിക്കോ വ്യക്തിക്കോ വേണമെന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. മനുഷ്യന്റെ ശരീരപ്രകൃതിയും മുഖലക്ഷണങ്ങളും നോക്കി അവരുടെ സ്വഭാവം മനസ്സിലാക്കുന്ന രീതി ചാണക്യൻ പിന്തുടർന്നിരുന്നു. ഇതിനെ അദ്ദേഹം ഭരണകൂട തന്ത്രങ്ങളിൽ ചാരന്മാരെയും ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കുവാൻ ഉപയോഗിച്ചു. ഒരാളുടെ ആകൃതിയല്ല, മറിച്ച് അയാളുടെ പ്രവൃത്തികളാണ് അയാളെ നിശ്ചയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുമ്പോഴും മുഖഭാവങ്ങളിലെ മാറ്റങ്ങൾ പ്രധാനപ്പെട്ട ഭയം, ദേഷ്യം, സന്തോഷം ഒരാളുടെ ഉള്ളിലെ സത്യം വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. രാത്രിയും പകലും മാറുന്നതുപോലെ മനുഷ്യന്റെ ഭാവങ്ങളും മാറുന്നു. ഒരുവന്റെ മുഖത്തെ തെളിച്ചം അയാളുടെ ആത്മവിശ്വാസത്തെയും മുഖത്തെ വാട്ടം അയാളുടെ തകർച്ചയെയും സൂചിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. യാത്രകളെക്കുറിച്ച് ചാണക്യന് പറയുന്നത്, ലക്ഷ്യമില്ലാത്ത യാത്രയും അസമയത്തുള്ള യാത്രയും നാശത്തിന് കാരണമാകും എന്നാണ്. അമാവാസി പോലെയുള്ള ഇരുണ്ട സമയങ്ങളിൽ ശത്രുക്കൾക്ക് ആക്രമിക്കുവാൻ എളുപ്പമാണെന്നും പ്രകൃതിദത്തമായ വെളിച്ചമില്ലാത്തത് അപകടങ്ങൾ വർദ്ധിക്കുമെന്നും അദ്ദേഹം അർത്ഥശാസ്ത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സുരക്ഷയും വിവേകവുമാണ് ഇത്തരം നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ അടിസ്ഥാനം. ചാണക്യനെ സംബന്ധിച്ചിടത്തോളം വിവേകമാണ് ഏറ്റവും വലിയ ദൈവം. അമാവാസിയായാലും പൗർണമിയായാലും തന്റെ ബുദ്ധിശക്തിയും വിവേകവും ഉപയോഗിക്കുന്നവർ പ്രകൃതിയുടെ ദോഷഫലങ്ങളെ മറികടക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു.